വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉമ്മച്ചി തിരിച്ച് നാട്ടിലേക്ക് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒപ്പം കുറച്ച് റെസിപ്പീസും അടപ്രഥമൻ്റെ റെസിപ്പിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ എത്തിയിട്ടുണ്ട്. അത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചണിലെ വേസ്റ്റ് ബിന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നീറ്റായത് തന്നെ എന്തായാലും വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് രണ്ടെണ്ണം, അതായത് പെയറായിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഒരെണ്ണം ഞാനും എടുത്തു, ഒരെണ്ണം ഉമ്മച്ചിയും കൊണ്ടുപോയി. അപ്പോൾ ഇത് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന വേസ്റ്റ് ബിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. അതിൻ്റെ മൂടിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ആവുന്ന ടൈപ്പാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പഴയ വേസ്റ്റ് പാത്രം അവിടെ നിന്ന് മാറ്റിയിട്ട് പുതിയത് വെച്ചപ്പോഴേക്കും ആ ഒരു ഭാഗം നീറ്റായതുപോലെ തോന്നി. അപ്പോൾ ഉമ്മ പുറത്തൊരു ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ വരുമ്പോഴേക്കും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ ഇന്ന് അയലയാണ് കേട്ടോ കിട്ടിയത്. മീനൊക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. ബാക്കി കറി വെക്കണം. അപ്പോൾ ഫ്രൈയിലേക്കുള്ള എളുപ്പത്തിലുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പം അതൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പൊരിപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ലേശം പെരിഞ്ചീരപ്പൊടിയും അല്പം ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മീനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഫിഷ് കറി റെഡിയാക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കുഞ്ഞുള്ളിയും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ അത് പുളിവെള്ളം ചേർത്തിട്ട് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം കറി തിളച്ചതിന് ശേഷം ഫിഷ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ മോൾക്ക് ലഞ്ച് കൊടുക്കണം. കാരണം അവൾക്ക് സ്കൂളിലേക്ക് പോകാനുണ്ട്. എക്സാമാണിന്ന്. ഹറിബറിയിൽ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. എന്നിട്ട് മോൾക്കുള്ള ഫുഡ് മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ റെഡിയായതിന് ശേഷം വന്ന് കഴിച്ചോളും. മോളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ്. അവൾക്ക് എക്സാം ഉണ്ടെന്ന്. ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ അവൻ എന്തായാലും ഇന്ന് ഞാനേ ഉള്ളൂ കൊണ്ടുവിടാനായിട്ട്. എന്തായാലും പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അവൾ റെഡിയാവുകയാണ്. പോകാം. അങ്ങനെ ഐസയെ സ്കൂളിലാക്കിയിട്ട് വന്നിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പോയതുപോലെ അല്ല കേട്ടോ തിരിച്ചു വന്നത്. അങ്ങനെ ഒരാളെ ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമിന് കൊണ്ടുവിട്ടപ്പോഴേക്കും ഐഷുവിൻ്റെ രാവിലത്തെ എക്സാം കഴിഞ്ഞ് അവളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവളും ഞാനും കൂടിയിട്ട് പിന്നെ ലഞ്ചൊക്കെ കഴിക്കുകയാണ്. ഞാൻ ചോറ് എടുത്തിട്ടില്ല, ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഒരു 2-2:30 ആയപ്പോഴാണ് പിന്നെ ഉമ്മച്ചി തിരിച്ചു വന്നത്. അപ്പോൾ തൽക്കാല വിശപ്പിന് ഉമ്മച്ചി പുറത്തുനിന്ന് ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. ഇനിയിപ്പം പോയി വന്നതിൻ്റെ വിശേഷമൊക്കെ അങ്ങനെ എന്നോട് പറയുകയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടാവാം എന്ന് കരുതിയിട്ട് ഞാൻ വേഗം ഉമ്മക്ക് ചോറ് വിളമ്പി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാവരും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ചായ കുടിക്കാനുള്ള ആ ഒരു ടൈമിലാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ 4 മണിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും ചായയും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കഴിക്കുകയാണ്. പിന്നെ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഒരു ടീ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ഉമ്മാക്ക്. അപ്പോൾ ഉമ്മ ഇതുവരെ അത് കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഹെൽത്തിനൊക്കെ വളരെ നല്ലതല്ലേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇതിനു മുമ്പ് ഈ ഒരു ഹൈബിസ്കസ് ടീ ഉണ്ടാക്കിയപ്പോൾ ഞാനത് ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഓരോ ഗ്ലാസ് അങ്ങനെ കുടിച്ചു. ഇത് തിളയ്ക്കുമ്പോൾ ആ ഒരു ചെമ്പരത്തിയുടെ നിറം കംപ്ലീറ്റ് അതിലേക്ക് ഇറങ്ങും. പിന്നെ നമ്മൾ നാരങ്ങാനീര് ചേർക്കുമ്പോഴാണ് ആ ഒരു റെഡ് കളറിലേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ ഒരു ഡാർക്ക് കളറാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ലുക്കാണ് കേട്ടോ ഈ ഒരു ടീ കാണാനായിട്ട്. അപ്പോൾ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഉമ്മാക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇനിയിപ്പോൾ മക്കളൊക്കെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അധികം കുനിഞ്ഞ് അടിച്ചു വരാതെ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചു വരാൻ പറ്റിയൊരു ചൂലാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം അങ്ങ് നിർവഹിക്കാമെന്ന് കരുതി. നല്ല ഈസിയാണ് കേട്ടോ ഈ ഒരു ചൂലിൽ അടിച്ചു വരാനായിട്ട്. നമുക്ക് പിന്നെ കുറച്ചധികം മുറ്റം ഉള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിൽ അടിച്ചു വാരി കഴിയുമ്പോഴേക്കും നടു ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ചൂല് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും സംഭവം നല്ല ഈസി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് അങ്ങനെ കറങ്ങി നടന്നപ്പോൾ നമ്മളെ കാന്താരി മുളകിൽ കുറച്ച് മുളകുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്ത് പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വേഗം പറിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതാ മഗ്രിബിന് സമയമായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വാതിലൊക്കെ സാധാരണ മഗ്രിബിന് തുറന്നിടണമെന്നാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ശരിക്കും അടച്ചിടുകയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ ആ ഒരു ദിവസത്തെ വ്ളോഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി അതിൻ്റെ പിറ്റേന്ന് യാത്ര ആവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഓണമൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് പായസം റെഡിയാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അടപ്രഥമനാണ് റെഡിയാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പായസം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതുകൂടി ഒന്ന് പറഞ്ഞു പോവാം. നെയ്യ് ഒഴിച്ച് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്ത് കോരുക. ആ ഒരു ചൂടായ നെയ്യിലേക്ക് തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. അപ്പോൾ അട നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം വെന്തതിന് ശേഷം നമ്മൾ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയും കൂടി വേണം, എങ്കിലേ ആ ഒരു ഒട്ടൽ മാറിക്കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു വേവിച്ച അട അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നെയ്യിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര പാവ് കാച്ചിയത് ചേർത്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് വെള്ളം ഏറിയതുപോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. അതൊന്ന് വറ്റി കുറുകി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെക്കാം. തേങ്ങയുടെ 2ാം പാലും 3ാം പാലും 1ാം പാലും ഒക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ശർക്കര കുറുകി വറ്റി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് തേങ്ങയുടെ 2ഉം 3ഉം പാല് ചേർത്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കാം. അത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അധികം വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാനൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ, അതൊന്ന് ജസ്റ്റ് ആ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലാതെ ഡയറക്റ്റായിട്ട് തിളച്ച പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കരുത്, കട്ട കെട്ടും. നമ്മൾ 2ാം പാല് ചേർക്കൂലേ, ആ ഒരു ടൈമിൽ 2ാം പാലിൽ മിക്സ് ചെയ്ത് ചേർത്താലും മതി. അപ്പോൾ വറുത്ത പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി. അപ്പോൾ പായസം നല്ല തിക്നെസ്സോടുകൂടി കിട്ടും. അപ്പോൾ ഞാനിപ്പം പത്തിരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഒരു 2ാം പാലും 3ാം പാലും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് 1ാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. അതധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള പൊട്ടിയ ഉടനെ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് അല്പം വറുത്ത് പൊടിച്ച ചുക്കും പിന്നെ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പശുനെയ്യ് കൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടും പായസത്തിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് അടപ്രഥമൻ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ അന്ന് വൈകുന്നേരമാണ് ഈ ഒരു പായസം റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഈ ഒരു പായസം അങ്ങ് കുടിച്ചു. 1/2 കിലോ പാക്കറ്റ് അടയാണ് കേട്ടോ എടുത്തത്. അതായത് 500 ഗ്രാം അടയ്ക്ക് 1 തേങ്ങയും പിന്നെ 1 ഉണ്ട ശർക്കരയാണ് കേട്ടോ വേണ്ടത്. അതായത് 250 ഗ്രാം ശർക്കര മതിയാവും. അപ്പോൾ അന്നേ ദിവസം അങ്ങനെ കഴിഞ്ഞു. വളരെയധികം ഒരു മൂഡ് ഓഫ് ഉള്ള ഒരു ദിവസമായിരുന്നു. കാരണം ഉമ്മച്ചി നാളെ രാവിലെ വെളുപ്പിന് തന്നെ കാസർഗോഡേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഉമ്മച്ചി ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ എന്തോ ഒരു വിഷമം പോലെയാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും 3:30 എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചെടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തലേ ദിവസം തന്നെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവർക്കുള്ള ടീ ഒക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും വെറും ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഉമ്മച്ചിക്കാണെങ്കിൽ എല്ലാ ഫുഡൊക്കെ ട്രെയിനിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഡയറ്റിനുള്ള ഡ്രിങ്കായിട്ട് ചായ കുടിക്കുന്നില്ല, പകരം ഈ ഒരു കറുവപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അങ്ങനെ ഉമ്മച്ചി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വരാൻ വെയിറ്റ് ചെയ്യാണ്. ആദ്യം വിചാരിച്ചു ഇതൊന്നും ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എനിക്കൊരു ഡയറി കുറിപ്പ് പോലെയാണ്. നമ്മുടെ പുസ്തകം കേടുവന്നാലും ഈ ഒരു വീഡിയോസൊക്കെ എന്തായാലും എയറിൽ തന്നെ ഉണ്ടാവുമല്ലോ. യൂട്യൂബ് ഉള്ളിടത്തോളം കാലം അത് നമുക്കിങ്ങനെ സെർച്ച് ചെയ്ത് കാണാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് ഓരോന്നും അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ മക്കൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരോട് ഉമ്മച്ചി യാത്ര പറയുകയാണ്. സമയം 3:30-4 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു.
നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് വൈകി കേട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ യാത്ര ചെയ്ത് നമ്മൾ എത്തുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും വന്ദേ ഭാരത പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദൂരം ഉമ്മയുടെ കമ്പാർട്ട്മെൻറ്റ് തേടി നമ്മൾ കുറച്ച് ദൂരം നടന്നു. അങ്ങനെ അവസാനം നമ്മൾ ഉമ്മയുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. പിന്നെ അവിടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി നിന്നു. കാരണം ട്രെയിൻ വിടാൻ ഇനി 5 മിനിറ്റൊക്കെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉമ്മച്ചി ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ണാടിയിൽ കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റയൊക്കെ തന്നു. വണ്ടി അനങ്ങി. ഇനിയിപ്പോൾ എന്താ പറയുക, ആ ഒരു നിമിഷം എനിക്കൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഉമ്മച്ചിയെ യാത്രയാക്കിയതിന് ശേഷം നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട് ഉറങ്ങിയ പോലെ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ വീട്ടിൽ. പിന്നെ പത്തിരിക്കും പുട്ടിനും ഒക്കെ ഉള്ള മാവൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ നമ്മുടെ റേഷൻ പുഴുങ്ങലരിയില്ലേ, അതും നമ്മുടെ ചോറിന് ഉപയോഗിക്കുന്ന കുറുവ റൈസും പച്ചരിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു പത്തിരിപ്പൊടി റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവൊന്ന് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ പച്ചരി മാത്രമായിട്ടാണല്ലോ പത്തിരിക്ക് പൊടിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെയല്ല. നമ്മുടെ റേഷൻ പുഴുങ്ങലരിയില്ലേ, വെള്ള കളറുള്ള ആ ഒരു അരി, അത് ഒരു 3 ഗ്ലാസ് അരി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബൗളിലാണ് കേട്ടോ അളന്നെടുത്തത്, കുറച്ചധികം പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വറുക്കാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ റേഷൻ പുഴുങ്ങലരി 3 ഗ്ലാസ്, പിന്നെ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, വൈറ്റ് റൈസ്, അത് 2 ഗ്ലാസ്. അതേപോലെ 2 ഗ്ലാസ് അളവിൽ കുറുവ റൈസില്ലേ, നമ്മുടെ ചോറൊക്കെ വെക്കുന്ന സിയോ റൈസ് എന്നും പറയും, ചെറിയ അരി. അപ്പോൾ ആ ഒരു അരിയും കൂടി 2 ഗ്ലാസ് അളവിൽ എടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് കുറുവ അരി, 2 ഗ്ലാസ് പച്ചരി, 3 ഗ്ലാസ് വരവരി, നമ്മുടെ റേഷൻ പുഴുങ്ങലരി. അപ്പോൾ അതെല്ലാം കൂടി കഴുകിയിട്ട് കുതിരാനൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം, നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് മില്ലിൽ കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പത്തിരിക്കാണെങ്കിൽ തിളച്ച വെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഒക്കെ കുഴച്ചെടുക്കാം. അല്ല പുട്ടിനാണെങ്കിൽ സാധാരണ നനയ്ക്കുന്ന പോലെ നനച്ചിട്ട് പുട്ട് റെഡിയാക്കിയെടുക്കാം. ഒരു 2-3 ദിവസമൊക്കെ നമുക്കിത് പുറത്ത് വെച്ചിരിക്കാം. പക്ഷെ വറക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ അതാ മോൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. സ്കൂളിൽ ഓണം പ്രോഗ്രാമിൻ്റെ അന്നാണ്. അപ്പോൾ മോള് പൂവൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് പോവുകയാണ്. ഓണം ആയതുകൊണ്ട് തന്നെ പൂക്കടയിലേക്കൊന്നും അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു ചെറിയ കഷ്ണം പൂവിന് തന്നെ 100 രൂപയാണ് കേട്ടോ റേറ്റ്. അങ്ങനെ മോളിതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷം മുഖത്ത് കാണാനും ഉണ്ട്. ഇപ്പോൾ മോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പം വെള്ളയപ്പവും പിന്നെ ഉള്ളി റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ ഇന്നത്തെ വെള്ളയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചില ദിവസമൊക്കെ കയ്യിൽ നിന്ന് പോകാറുമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക, റെസിപ്പിയൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെള്ളയപ്പം റെഡിയാക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പച്ചരിയിലേക്ക്. അപ്പോൾ അതും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ മോളും സ്കൂളിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.